ഹായ്. ഹായ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു വീഡിയോ വന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചങ്ങനാശ്ശേരിയായിരുന്നു എന്ന്. അപ്പോൾ ഇന്നലെ ആട്ടെ ഞാൻ വന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ വന്ന് സൺഡേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുക കട്ടി ചോദിച്ചപ്പോൾ കട്ടി പറയുക അതിന് സമ്മാനമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ലേ കട്ടി? അപ്പോൾ നമ്മൾ സമ്മാനം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്നാൽ ശരി. കട്ടിക്ക് കുറേ നമ്മുടെ കട്ടി ഞാൻ പറഞ്ഞില്ലേ ആദ്യം മറ്റേ തൃശ്ശൂർ അത്താണി അവിടെ പോപ്പി പോൾ മേഴ്സി ഹോമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ വളരെ അവിടെ ഡാൻസും ഒക്കെ കളിക്കുമായിരുന്നു അല്ലേ? കട്ടി പറയട്ടെ. ഡാൻസ് കളിച്ചത് സമ്മാനം കിട്ടിയ 2 സമ്മാനം കിട്ടിയാൽ രണ്ടെന്നല്ല 5-6 5-6 സമ്മാനം ട്രോഫിയൊക്കെ ഉണ്ട്. ചെറുതാണെങ്കിലും അതെ അതെങ്കിലും കൊണ്ടുവന്നല്ലോ. അത് നമ്മളിവിടെ അല്ലേ, അത് കാണിച്ചു കൊടുക്കാം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. വേറെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. എന്തായാലും നമ്മളിനി ഒരുപാട് വലിച്ചു നീട്ടണമെന്നില്ല അല്ലേ കേട്ടി? അതെ, എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ എല്ലാവരും നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. പിന്നെന്താ പറയാനുള്ളത് കേട്ടി? അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇടയ്ക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട് കട്ടി എവിടെയാണ് പഠിച്ചത്, എപ്പോഴാണ് കൊണ്ടാക്കി എന്താണെന്നൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ കട്ടി അത്താണി കേട്ടോ, അത്താണി പോപ്പി പോൾ മേഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കട്ടി പഠിച്ചത്. എനിക്ക് ചെറുപ്പത്തിൽ അവളവിടെ കൊണ്ടാക്കി. എത്ര വയസ്സാന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ കൊണ്ടാക്കി. പിന്നെ നമുക്ക് ശനിയാഴ്ച പോയിട്ട് കാണാം, ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ പോയിട്ട് കാണാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നല്ലോ. ഞങ്ങളൊക്കെ പോയി കാണാനൊക്കെ പോകും. കട്ടിനെ വിളിച്ച് ഇടയ്ക്ക് അപ്പുറത്തൊക്കെ കൊണ്ടുപോയി. ഞങ്ങളിവിടുന്ന് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ അല്ലേ? കട്ടിക്ക് ഇപ്പോൾ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ മേടിച്ച് കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരാറ്. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പോയി പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഉച്ച കഴിയും. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ കാര്യങ്ങൾ കട്ടിൻ്റെ അല്ലേ? കട്ടി പിന്നെ അവിടെ കുഴപ്പമില്ല, ഹാപ്പി ആയിരുന്നു അല്ലേ? അവിടെ പിന്നെ എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുടില് പോലെ, അപ്പോൾ അവിടെ പാർക്ക് എല്ലാം ഉണ്ട് അല്ലേ? കുടില് പോലുള്ളൊരു പരിപാടിയായിരുന്നു. അതിനുള്ള ഓരോ ക്ലാസ് പോലെ അവിടെ അങ്ങനെയുള്ള കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി ഇങ്ങനെ പഠിപ്പിക്കുക അല്ലേ? കട്ടി പറയട്ടെ. ആശ സാരിമ കുന്തിപ്യ അത് ഉണ്ട്. അത് കട്ടിന്റെ കൂട്ടുകാരികളാ അല്ലേ? ശാലിമയ്ക്ക് കുശുമ്പ ഈ വീഡിയോ ഒക്കെ ശാലിമ കാണണ്ടാണാവോ ദൈവമേ അല്ലേ? ഇതൊക്കെ കാണാനാവോ? എന്നിട്ട് കട്ടിന്റെ ഏതാ ബെസ്റ്റ് ഫ്രണ്ട്? ജോയി ബെസ്റ്റ് ഫ്രണ്ടാ. ജോയി പാട്ടൊക്കെ പാടില്ലേ? ജോയി പാട്ടൊക്കെ പാടും കേട്ടോ. കട്ടിക്ക് തന്നെ എപ്പോൾ നോക്കിയില്ല സ്വപ്നം കാണുന്നത്. അപ്പോൾ നമ്മൾ വന്ന കാര്യത്തേക്ക് വരാം. എന്തായാലും നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതെ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ കട്ടി ഡാൻസ് കളിച്ചായിരുന്നു. അവിടെ തന്നെ തുടങ്ങാം. ഞങ്ങൾ അമ്പലത്തിൽ ഒരു ഉത്സവമായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആ വീഡിയോ, ഡാൻസ് കട്ടി കളിക്കുന്നത്. അതെ. അപ്പോൾ അത് അവിടെ നിന്നാണ് ഞങ്ങൾ എന്നാൽ ഒരു ചാനൽ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റായത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ. അപ്പോൾ ഈ ഡിസംബർ 11-ാം തീയതി വന്നു കഴിഞ്ഞാൽ 1 വർഷമാവും നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. നമ്മൾ മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ചാനൽ. കട്ടിനെ കൊണ്ട് അങ്ങനെ പുറത്ത് പോകാനുള്ള സെറ്റപ്പ് ഇല്ലല്ലോ, നമുക്ക് ആകെ ബൈക്കാണ് ഉള്ളു കയ്യിൽ. അപ്പോൾ ഞാനിവിടെ മാത്രമായിട്ട് പോയിട്ട് പാടാണ്. എന്തായാലും ഞാൻ നോക്കാം കേട്ടോ, പരമാവധി നോക്കാം. ഞങ്ങൾ പരമാവധി ചെയ്യാം, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മളെന്ത് കാണിക്കാനാണ് വന്നത്? സംശയമല്ല. ഈ സാമിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതി ഞങ്ങളുടെ പുൽപ്പറം അവിടെ വിളക്കായിരുന്നു. അപ്പോൾ അവിടെ കട്ടി ഡാൻസ് കളിച്ചു ആദ്യമായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ അവിടെ നിന്ന് അവൾക്കൊരു ട്രോഫിയൊക്കെ കിട്ടി. അപ്പോൾ അതൊന്ന് കാണിക്കുക, അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നത് അല്ലേ? എല്ലാവർക്കും ആ കട്ടി ആ ട്രോഫി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മുടെ കട്ടിക്ക് അവിടെ നിന്ന് കിട്ടിയതാട്ടോ. ഞങ്ങളവിടെ സമ്മാനം കിട്ടിയതാണ് കട്ടിക്ക്. ഇതാണ് നമ്മൾ
ഡിസംബറിൽ കട്ടിയിട്ട് ആദ്യമായിട്ട് ഡാൻസ് കളിച്ചാട്ടെ. ഞങ്ങളുടെ പുലിപ്പുറ വളക്കിന് ഇവിടെ പരിപാടിക്ക് കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവൾ ഡാൻസ് എന്താ പറയുക കളിക്കണം. ഇപ്പോൾ അവിടെ ഒരേ ഡാൻസാണല്ലോ, ഡാൻസ് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കട്ടി പറയും ഞാൻ കളിക്കാൻ അവിടെ കട്ടി ഇവിടെ കസേരയിൽ ഇരുന്നിട്ട് അവിടെ കുട്ടികൾ കളിക്കുമ്പോൾ ഒരേ പാട്ട് ഒരേ ഡാൻസ് കൈ കൂടൊക്കെ ആക്ഷൻ കാണിക്കുക കസേരയിൽ ഇരുന്നിട്ട് അല്ലേ. കസേരയിൽ ഇരുന്നിട്ട് ഫുള്ള് പരിപാടിയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ കട്ടിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും കട്ടിനെ അറിയാമല്ലോ. അപ്പോൾ കട്ടി കളിക്കണം വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അന്ന് ഞാൻ എല്ലാം സ്റ്റേജിൽ പോയിട്ട് അവിടുത്തെ ചേച്ചിമാർ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ കട്ടിക്ക് ഒരു ഡാൻസ് കളിക്കണമെന്ന് പറയുന്നുണ്ട്, കളിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ശരി എന്നാൽ അടുത്ത് കളിച്ചോ പറഞ്ഞു. അത് മറ്റേ ശരി പോട്ടെ. അങ്ങനെ കട്ടിനെ സ്റ്റേജിൽ ഞാൻ വേഗം പോയി പാട്ടും വെച്ച് കൊടുത്ത് എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം പാട്ടും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കളിപ്പിച്ചു. ഏതായിട്ട് ഡാൻസ് കളിച്ച് പാട്ട് പാടാ മാപ്പിള വരാ എങ്ങനെയാണ് പാട്ട് നോക്കട്ടെ. വിജയന്റെ അതന്നെ തോപ്പില്ലേ അങ്ങനെ എന്താ ആ പാട്ട്. ആ പാട്ട് അങ്ങനെ കളിച്ചു. അതിന് കിട്ടിയ സമ്മാനമാണ് ഇത്. നമ്മുടെ പോപ്പിപ്പോൾ ഇട്ടോ അതാ ഇവിടെ മറ്റേ ഇവിടെ ഇത് ഒരു വലുതുണ്ടല്ലോ കട്ടിക്കൊരു വലുത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിക്കറൊക്കെ പോയിട്ടാ. ഇതാണ് അവിടെ പോപ്പിപ്പോൾ മത്സ്യഹോമെന്ന് കിട്ടിയതാട്ടോ സംഭവം. കണ്ടോ പോപ്പിപ്പോൾ മത്സ്യഹോം അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അവിടുന്ന്. ഇതെന്തിനു കിട്ടിയ ചേട്ടി? പാട്ട് പാടിയിട്ട് കിട്ടിയാ? അത് രാരി പാട്ട് പാടിയിട്ട് കിട്ടിയാന്നാ പറയണേ. ഏത് പാട്ടാണ് ഒന്ന് രണ്ടുപേര് പാടി കൊടുത്തേ? എന്തമ്മൻ്റെ ഭാഗ്യം താരാട്ട് പണ്ടമ്മ പാവശ്യം താരാട്ടും ബിങ്ങം മനുഷ്യകിരങ്ക എല്ലാ മാരക്ക പാരം നോക്കും താരാട്ട് പണ്ടമ്മ പാവശ്യം താരാട്ട്. ഓക്കെ നമ്മളെന്താ ഒരുപാട് നമ്മൾ ആക്കുന്നില്ല. നമ്മൾ എന്താ വെച്ചാൽ വലിച്ചിട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ ഇതാണ് കട്ടിക്ക് അവിടെ നിന്ന് കിട്ടിയ സമ്മാനങ്ങൾ. ഇനി ഉണ്ട് കേട്ടോ. അടുത്തോ എന്നാ കിട്ടി കട്ടിക്ക് അടുത്ത സമ്മാനം. ഇതെന്തിനു കിട്ടിയാ? ഇത് എന്താ അത് അത് ടൂർ പോയപ്പോൾ അവിടെ നിന്ന് എന്താ കിട്ടിയതാ തോന്നുന്നു അല്ലേ? അതാ പോപ്പിപ്പോളിൻ്റെ കേട്ടോ. പോപ്പിപ്പോൾ എല്ലാം പോപ്പിപ്പോൾ നഴ്സിംഗ് ഹോമാണ്. അതാണ് അവൾ പഠിച്ച സ്കൂളിൽ നിന്ന് പറയാൻ പറ്റിയ സംഭവം. ഓക്കെ ഇഞ്ഞുണ്ട്. അടുത്തത് സെക്കൻഡ് പ്രൈസ് ആണ് കേട്ടത്. ഇതെന്താ കിട്ടിയിട്ടുണ്ട്? ഇതിന്റെ സ്റ്റിക്കർ കളഞ്ഞു പോകണ്ട് പോപ്പിപ്പോളിൻ്റെ കേട്ടോ. അതെ എന്താ ചെറുത് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതെന്തിൻ്റെയാ? 21 മിഷൻ 21 പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനു കിട്ടിയടിയാ? എന്നും പരിപാടി വെക്കില്ല. അത് എന്നും പരിപാടി വെക്കിൽ പാടിയിട്ട് കിട്ടിയ പാട്ടാന്നാണ് അവള് പറയുന്നത്. അല്ല സമ്മാനാന്നാ പറയണേ. ഓക്കെ മിഷൻ 21 എഴുതിയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ പോലും എനിക്ക് പോലും ഇത്ര വലിയ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ആ ഒരു ഓട്ട മത്സരത്തിന് എന്തോ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കട്ടിയാണ് ഇവിടെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. അത് അടുത്ത് വരുന്നു. ഇതാ പോപ്പിപ്പോൾ നഴ്സിംഗ് ഹോം പെരിങ്ങണ്ടൂർ അല്ലേ? അടുത്ത കൊണ്ടുവന്നു കേട്ടോ. അതെ. അപ്പൊ അങ്ങനത്തെ ഇതാണ് കട്ടിന്റെ സമ്മാനങ്ങള്. അയ്യപ്പസ്വാമിന്റെ ഇത് നമ്മള് പുലിപ്പുറത്ത് കാണിച്ചു തന്നല്ലോ അല്ലേ? ഇതാണ് നമുക്ക് കട്ടിക്ക് കിട്ടിയൊരു വലിയൊരു ഗിഫ്റ്റ്. അങ്ങനെ നമ്മൾ ഇതിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ എല്ലാവരും തുടങ്ങുക പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയത്. ഈ ഒരു സാധനം കിട്ടിയത് കൊണ്ടാണ്. അതെ ഞാൻ കേട്ടോ കേട്ടി പിടിച്ച് കാണിച്ചു കൊടുത്തേ. അതെ യെസ് ഇതാണ് ഞങ്ങളുടെ കട്ടിൻ്റെ സമ്മാനങ്ങൾ അല്ലേ?
ഇനിയിപ്പോൾ എന്താ പിന്നെ കട്ടിയോടെ രണ്ടുപേര് പാട്ട് കൂടി പാടി കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ നീ നീട്ടിയിട്ട് വെറുതെ ആക്കണ്ട. ഞങ്ങളിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് വന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ കേട്ടോ. നമുക്ക് വാച്ച് അവർ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ കട്ടി. അവർ രണ്ടുപേര് കട്ടി പാട്ട് പാടിയിട്ട് നമുക്ക് നിർത്താം. എന്തിൻ്റെ ജീവിതാരിയം താരാട്ടും പാട്ടും ദാരിരം ദാരി ദാരോ ദാരി ദാരോ ദാരി. വേറൊരു പാട്ട് കൂടി പാടി കൊടുക്ക്. ഞാനും പേരും പൂനെ കണ്ട് കപ്പലുണ്ടാക്കി കപ്പറിയറി തുപ്പാരക്കാരി പങ്ങാൻ നോക്കി ഞാൻ നോക്കി എലപ്പശാമിന്ന് നോക്കി ആ പേരും ദൃശ്യമാറി ഒന്നിച്ചു നോക്കി ഞാൻ നോക്കി എൻ്റെ കട്ടി വെച്ച് നോക്കി ആ പേരും ദൃശ്യമാറി ഒന്നിച്ചു നോക്കി ഞാൻ നോക്കി എൻ്റെ ആട്ടി നോക്കി ആ പേരും ദൃശ്യമാറി ഒന്നിച്ചു നോക്കിയത് ആരിപ്പ സ്വാമി. അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ ബൈ. യെസ് ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ ഹായ്. ഓക്കെ ഓക്കെ അപ്പോൾ ശരി അല്ലേ. ശരി. ആപ്പനെന്താ ആളിഞ്ചി പോയി കിട്ടാതെ. അതെ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അല്ലേ. അതെ. അപ്പോൾ എല്ലാവർക്കും ബൈ. ടാറ്റ. ടാറ്റ കൊടുക്കും എല്ലാവർക്കും. ടാറ്റ ബൈ. സി യു. അപ്പോൾ കട്ടിൻ്റെ സമ്മാനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.